ഭാഗ്യസ്മരണാർഹനായ കറുകക്കളത്തിൽ ഗീവർഗീസ് അച്ഛൻ്റെ 150-ാം ചരമ വാർഷികത്തിൽ കറുകക്കളം കുടുംബയോഗം ഇന്ന് കൂടുകയാണ്. നമുക്ക് ഒത്തിരി ആദരവോടെ നമ്മുടെ അതിരൂപത ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് കറുകക്കളം ഗീവർഗീസ് അച്ഛൻ. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ചരിത്രം വളരെയേറെ സങ്കീർണതകൾ നിറഞ്ഞ ഒന്നാണ്. സാധാരണ സഭകൾ വളരുന്നത് പോലെ വളർന്ന ഒരു സഭയല്ല സീറോ മലബാർ സഭ. 16-ാം നൂറ്റാണ്ട് വരെ നമ്മളെല്ലാവരും, ഇവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം ഒരു ഭരണത്തിന് കീഴിൽ പോയി. ഒരു അർക്കദിയാക്കോൻ്റെ കീഴിൽ പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാർ അവരുടെ ആത്മീയമായ നേതൃത്വം സ്വീകരിച്ച് ഇവിടെയുള്ള ആർച്ച് ഡീക്കൻ്റെ കീഴിൽ പോകുന്ന ഒരു സഭയായിരുന്നു. പിന്നീട് ഉദയംപേരൂർ സൂനകദോസ് നടക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങൾ ലത്തീൻ ഭരണത്തിലാകുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ സുറിയാനിക്കാരാണെന്നും നമ്മുടെ പൈതൃകം ജീവിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലൊക്കെ വരെ സുറിയാനി എഴുതാനും വായിക്കാനും സാധിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരെ കബളിപ്പിക്കാൻ വേണ്ടി മലയാളം സുറിയാനി ഭാഷയിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ വിസ്മയകരമായിട്ട് തോന്നും. പക്ഷെ അത്രമാത്രം സഭാകാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. അന്ന് അൽമായ സഹോദരങ്ങൾ, കുടുംബങ്ങൾ ഒക്കെ അഭിമാനപൂർവ്വം അവരുടെ പൈതൃകം ജീവിക്കുകയും അത് അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ ഒരു സമുദായ ബോധ്യത്തിലൂടെ തന്നെ വിശ്വാസം പകർന്നു കൊടുത്ത ഒരു സമൂഹമായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് നമ്മൾ നിലനിന്നു. 16-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭരണത്തിന് കീഴിലൊക്കെ ആയി എങ്കിൽ തന്നെയും നിരന്തരമായി ഈ നാട്ടുമെത്രാന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ സഭയുടെ ആരാധനാക്രമം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള പരിശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ മുൻനിരയിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ആദരണീയനായ കറുകക്കളം അച്ഛൻ. നമ്മളിപ്പോഴും ഓർക്കും, എന്തിനായിരുന്നു ഈ നാട്ടുമെത്രാന്മാർക്ക് കറുകക്കളം അച്ഛൻ്റെ പ്രക്ഷോഭണങ്ങളെല്ലാം നാട്ടുമെത്രാന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. നാട്ടുമെത്രാന്മാർ, സ്വജാതിയിലെ മെത്രാന്മാർ, അതൊക്കെ ഇപ്പോൾ സങ്കുചിതമായ ചിന്തയായിട്ട് ചിലർക്കെങ്കിലും തോന്നാം. നമ്മൾക്കങ്ങനെ ജാതി പാടുണ്ടോ, ആരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയല്ലേ നമുക്ക് വേണ്ടതെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അവരുടെ അന്നത്തെ ആ സാമൂഹിക പശ്ചാത്തലത്തിലെ ആ ജാതി ചിന്തയും സമുദായ ബോധവുമൊക്കെയാണ് നമ്മളിന്ന് സുറിയാനി കത്തോലിക്കരെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ അവശേഷിക്കാനായിട്ട് കാരണം. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഇവിടെ നമുക്ക് നമ്മുടെ പൈതൃകമൊക്കെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് ത്യാഗപൂർണമായ സേവനങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട കറുകക്കളം അച്ഛൻ. അച്ഛൻ ഈ അതിരൂപതയെ സ്വന്തം എന്നതുപോലെ സ്നേഹിച്ചു. തൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളുമെല്ലാം ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് നൽകാനായിട്ട് അദ്ദേഹത്തിന് വലിയൊരു മനസ്സായിരുന്നു. ഞാൻ ഇന്ന് ചരിത്രം വായിച്ചപ്പോഴാണ് അറിഞ്ഞത്, നമ്മുടെ കൂത്രപ്പള്ളിയിലെ എസ്റ്റേറ്റ് എല്ലാം അച്ഛൻ്റെ പത്രമേനിയായിരുന്നു എന്നുള്ളത്. അത് പിന്നീട് പാലാ രൂപത വിഭജിച്ചപ്പോൾ പാലാ രൂപതയ്ക്ക് കൊടുക്കുകയായിരുന്നു. അതുപോലെ ഈ SH സ്കൂളും കാവുകാട്ട് കോളനിയും എല്ലാം ഉൾപ്പെടുന്ന കറുകക്കളം പുരയിടം, ഇതെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സംഭാവനകളായിരുന്നു. കുമരങ്കരിയിൽ അദ്ദേഹം സ്ഥാപിച്ച പള്ളി, അതിനോട് ചേർന്നുള്ള കണ്ടം, അങ്ങനെയെല്ലാം വസ്തുക്കളെല്ലാം ഈ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം ദാനം ചെയ്യുകയായിരുന്നു ചെയ്തത്. എനിക്ക് ഇപ്പോൾ അവശേഷിക്കുന്ന കറുകക്കളം കുടുംബക്കാരോട് പറയാനുള്ളത്, ഞങ്ങളുടെ അച്ഛൻ ഇതെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളും വല്ലതുമൊക്കെ കൊടുക്കണം. പലരും പറയും ഞങ്ങളത് കൊടുത്തതെന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. നിങ്ങളൊന്നുമല്ല കൊടുത്തത്, അച്ഛനാണ് കൊടുത്തതെന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്
നിങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും കുടുംബയോഗങ്ങൾക്കെല്ലാം പോകുമ്പോൾ ഞാനിത് കേൾക്കാറുണ്ടാണ്. ഞങ്ങളാണ് അത് സഭയ്ക്ക് കൊടുത്തതെന്നൊക്കെ പറയും. അന്നത്തെ നമ്മുടെ അച്ഛന്മാർ കൊടുത്തതാണ്, പക്ഷേ ഇന്നങ്ങനെയൊന്നും ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അത് പോട്ടെ, തന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ സഭ എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും സഭയെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം അച്ഛൻ ഒത്തിരിയേറെ വേദനകളിലൂടെയെല്ലാം കടന്നുപോയി. മാക്കയിൽ മെത്രാൻ അദ്ദേഹത്തെ മുടക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് കുര്യാളശ്ശേരി പിതാവ് വന്ന ആദ്യം തന്നെ ആ മുടക്ക് മാറ്റി. അതെല്ലാം ചരിത്രത്തെ വിധിക്കാൻ നമ്മൾ ആരുമല്ല. അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. നമ്മൾ ഒരു നൂറ്റാണ്ടിൻ്റെ ഇപ്പുറത്തിരുന്ന് 1.5 നൂറ്റാണ്ട് ഇപ്പുറത്തിരുന്ന് അന്ന് ചെയ്തത് ശരിയായോ തെറ്റായോ എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ നമുക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ മാണിക്കത്തനാരും അതുപോലെ അതേ തുടർന്ന് നമ്മുടെ കറുകക്കളം കത്തനാരും എല്ലാം നടത്തിയ പരിശ്രമങ്ങളാണ് ഇങ്ങനെയൊരു സഭ ഇവിടെ അവശേഷിച്ചിരിക്കാനായിട്ട് കാരണം എന്നുള്ളത് നമുക്കെവിടെയും പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളി നമുക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു. മറ്റ് പല പ്രമുഖമായ പള്ളികളും അന്നത്തെ വൈസ്രോയിമാരൊക്കെ പിടിച്ചെടുത്ത് മറ്റ് സഭാവിഭാഗങ്ങൾക്ക് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചങ്ങനാശ്ശേരി പള്ളിയൊക്കെ അങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ കാർന്നവന്മാരുടെ ചെറുത്തുനിൽപ്പാണ്. അന്ന് അവർക്ക് മെത്രാന്മാർ പോലും ഇല്ല. പക്ഷെ നമ്മുടെ കാർന്നവന്മാർ ഒരുമിച്ച് സംഘടിച്ച് നിന്നതുകൊണ്ടാണ് ഈ പള്ളികളും സമൂഹങ്ങളും എല്ലാം ഉണ്ടായത്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം സാന്നിധ്യം ഇച്ചിരി കൂടിയത് സഭയ്ക്ക് വലിയ നന്മയായോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം അതിൻ്റെ പേരിൽ ഒത്തിരി കുടുംബങ്ങളും അൽമായരും എല്ലാം പുറകോട്ടങ്ങ് വലിഞ്ഞു പോയതുപോലെ തോന്നാറുണ്ട്. പക്ഷെ അന്ന് അൽമായർ തന്നെയായിരുന്നു ഏറ്റവും മുൻപിൽ നിന്നിരുന്നത്. നിങ്ങൾ ഓർക്കണം, ചങ്ങനാശ്ശേരി വലിയ പള്ളി ഇത്രയും മനോഹരമായ ദേവാലയമാണത്. 140 വർഷങ്ങൾക്ക് ഇപ്പുറത്തും എത്ര മനോഹരമായിട്ട് അത് നിൽക്കുന്നത്. അതുപോലൊരു പള്ളി, അതുപോലൊരു ഘടനയുള്ള ഒരു ദേവാലയം കേരളത്തിൽ വേറെയൊന്നും ഇല്ല. അത് പണിയുമ്പോൾ ഇവിടെ ഒരു മെത്രാനില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. ഒരു മെത്രാൻ്റെ നേതൃത്വം ഇല്ല. നമ്മുടെ അന്നത്തെ അച്ഛന്മാരും നാട്ടുവൈദികരും അവരോടൊപ്പം നിന്ന കാർന്നവന്മാരും കൂടെ അഭിമാനപൂർവ്വം പണിതുയർത്തിയതാണത്. അത് കണ്ടിട്ടാണ് ലവീഞ്ഞ് പിതാവ് ആസ്ഥാനം കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരിക്ക് മാറ്റുന്നത്. അവിടെയെല്ലാം ഈ കറുകളച്ചൻ്റെ വലിയ നേതൃത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതുപോലെ ചങ്ങനാശ്ശേരി അരമന ഇവിടെ സ്ഥാപിക്കുന്നതിലും എല്ലാം അച്ഛൻ്റെ ഒരു വലിയ നേതൃത്വം ഉണ്ടായിരുന്നു. അങ്ങനെ ആ തുടക്കം മുതൽ, നമ്മുടെ വികാരിയാത്തിൻ്റെ തുടക്കം മുതലൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ ത്യാഗപൂർണമായ ഒത്തിരിയേറെ സംഭാവനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം നന്ദിയോടുകൂടി ഓർക്കാനുള്ള ഒരവസരമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോഴാണെങ്കിലും കുറച്ചും കൂടെ സഭയെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിങ്ങനെ സഭയെ വിമർശിക്കുന്നവരായിട്ട് മാറുകയാണ്. അതാണ് ഒരു സങ്കടം. അത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ FCRA ബില്ല് ഗവൺമെൻറ് കൊണ്ടുവരുന്നു, അത് നമുക്ക് ദോഷകരമാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞത്, വിദേശ പണം ഈ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അവരതെല്ലാം മേടിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്, അതങ്ങ് നിന്നു പോയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. അവർക്ക് അത്രയും മനസ്സിലായുള്ളൂ. അതായത് വിദേശ പണം കൊണ്ട് അച്ഛന്മാരും മെത്രാന്മാരും പുട്ടടിച്ച് ജീവിക്കുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ എഴുതി. ഞങ്ങൾക്ക് വിദേശ പണം കിട്ടിയില്ലല്ലോ, ഇവരെന്തിനാണ് ഇതെല്ലാം മേടിക്കുന്നത്? അവിടെയാണ് നമ്മുടെ സമൂഹത്തിന് പോലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയാൻ വയ്യാതെ പോകും. ഇപ്പം ഈ സേക്രഡ് ഹാർട്ട് സ്കൂൾ ഇവിടെ പണിതു. ഇത് പണിതതിൻ്റെ പിന്നിൽ അല്പമെങ്കിലും വിദേശ പണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ് പറയുന്നത് പണ്ടങ്ങോ പണിത ഈ SH സ്കൂള് ഇന്ന് നമ്മുടെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഇത് ഗവൺമെൻറ്റിനെ പിടിച്ചെടുക്കാം, അതാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ബില്ല്. അത് മനസ്സിലാക്കാതെ ആ അവസരം ഉപയോഗിച്ച് എല്ലാവരും കൂടെ മെത്രാന്മാരെ ചീത്ത പറയാനായിട്ടാണ് നമ്മുടെ ആൾക്കാർ കൂടുതലും ശ്രമിക്കുന്നത്. അപ്പം അതാണ് നമ്മളൊന്ന് മാറി ഒന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എല്ലാം പണം സമാഹരിച്ച് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ സ്ഥാപനങ്ങൾ പണിതിട്ടു, പള്ളികൾ പണിതു, ആശുപത്രികൾ പണിതു. വേറെ എന്നാ നമ്മൾ ചെയ്തത്? നമ്മുടെ അച്ഛന്മാർക്കൊക്കെ കിട്ടുന്നത് നമ്മൾ പള്ളികളിൽ നിന്ന് കൊടുക്കുന്ന അലവൻസാണ്, അതിൽ കൂടുതലൊന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ഈ
നമ്മൾ ചെയ്തത് മുഴുവൻ സ്ഥാപനങ്ങൾ പണിത് വളർത്തി. ഇപ്പം എസ് ബി കോളേജ് 103 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത്, നമ്മുടെ കാരണവന്മാർ കഷ്ടപ്പെട്ട് പണിതതാണ്. അതന്ന് പണിതില്ലായിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മൾ എത്ര പേര് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുമായിരുന്നു? നാനാജാതി മതസ്ഥരല്ലേ അവിടെ പഠിച്ചിറങ്ങിയത്. ഇന്നത്തെ എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ട് നമ്മുടെ എസ് ബി കോളേജ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ ഭരണത്തിലാക്കുക, തഹസീൽദാരുടെ ഭരണത്തിലാക്കുക എന്ന് പറയാം, നമുക്ക് സഹിക്കുമോ? അങ്ങനത്തെ ഒരു നിയമമാണ് ഇവർ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും പണം കിട്ടി എന്നുള്ളതിനേക്കാളും അവർ ആ പണം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊക്കെ സെക്രട്ടറി സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞളത്തുവെല്ലച്ഛനൊക്കെയാണ് ഞങ്ങളുടെ മാനേജർ അച്ഛൻ. എന്ത് കഷ്ടപ്പെട്ടാണ് അച്ഛൻ ഈ കെട്ടിടങ്ങളൊക്കെ പണിതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കും. ഞങ്ങൾ പണിതീരാത്ത നമ്മുടെ ഇപ്പോഴത്തെ ആ ഓഫീസ് ബ്ലോക്ക് അന്ന് പണി തീർന്നിട്ടില്ല. അതിൻ്റെ മുകളിലത്തെ ഓഡിറ്റോറിയം പണി തീർക്കാൻ പൈസ ഇല്ല. ആ കെട്ടിടത്തിലിരുന്നാണ് ഞങ്ങളൊക്കെ SLC പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഈ വൈദികരും എല്ലാം കിട്ടാവുന്നിടത്തുനിന്നെല്ലാം പണം സമാഹരിച്ച് അവർ ചെയ്തത് എന്താണ്? അവർ ചെയ്തതെല്ലാം ഈ സ്കൂളുകൾ പണിതു, ആശുപത്രികൾ പണിതു, പള്ളികൾ പണിതു, ഡിസ്പെൻസറികൾ പണിതു. ഇപ്പോൾ പലതും നിന്നു പോയിട്ടുണ്ടാവും ഡിസ്പെൻസറികളൊക്കെ, പക്ഷേ സ്കൂളുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ നാനാജാതി മതസ്ഥർ പഠിച്ചിറങ്ങുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മളോട് തന്നെ തോന്നേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ വർഷം സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സമുദായത്തെ ഒന്ന് സ്നേഹിക്കാൻ. ഈ ജാതി എന്ന് പറയുന്നത് സമുദായമാണ്. കറുകളത്തിൽ ശ്രമിച്ച സ്വന്തം ജാതിയിൽ നിന്നുള്ള മെത്രാന്മാർ വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹമൊക്കെ പരിശ്രമിച്ചത്. അപ്പോൾ ആ ജാതി എന്ന് പറയുന്നത് സമുദായമാണ്. ആ സമുദായത്തെ സ്നേഹിക്കാൻ. ഇപ്പം ജാതി ചിന്ത അത്ര നല്ലതല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. അതിനകത്ത് ആരെയും നമ്മൾ മാറ്റി നിർത്താതെ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം വളർച്ചയുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഏതായാലും ഈ പ്രകാരം നിങ്ങൾ ഈ ഒരു കുടുംബയോഗം മനോഹരമായിട്ട് സംഘടിപ്പിച്ചു. 150 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളിപ്പോഴും അച്ഛനെ ഓർത്തിരിക്കുന്നു, ഞങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും തുടരണം. അച്ഛൻ്റെയൊക്കെ സ്മരണ നമ്മുടെ അതിരൂപതയുടെ തന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരു വലിയ വഴിവിളക്കാണ്. ഏറെ ത്യാഗപൂർവ്വം അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച വൈദികരെ എല്ലാം ഓർക്കാനും അവരുടെ ആരോഗ്യവും സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം സഭയ്ക്കായിട്ട് നൽകിയ ആ പുണ്യപ്പെട്ട വൈദികരെ ഓർക്കാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി കുടുംബയോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട പിതാവേ, ഞങ്ങളിവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇന്നിവിടെ സന്നിഹിതരാകാത്ത പക്ഷേ ഇവിടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച എല്ലാവരുടെയും നാമത്തിൽ പിതാവിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കാനുള്ള ഒരു സന്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആ സമയത്ത് ഓർക്കുകയായിരുന്നു, പണ്ട് നെപ്പോളിയനെ പിടിച്ച് നാട് കടത്തി സെന്റ് ഹെലനയിൽ അദ്ദേഹം ശാന്തനായിരുന്ന് മനനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, ബെട്രാൻ എന്ന സൈന്യാധിപൻ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ്. Superficial mind find a resemblance between Christ and the founders of the religion. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പിതാവിനോട് മകൻ ചോദിക്കുന്നതെന്തും ആ പിതാവ് സ്നേഹത്തെ പ്രതി കൊടുക്കും, അമ്മയോട് മകൾ ചോദിക്കുന്നതെന്തും കൊടുക്കും. പക്ഷേ ഈശോയുടെ അനുയായികളോട് ഈശോ ചോദിക്കുന്നത് അവരുടെ ഹൃദയമാണ്. അവർ അത് പറിച്ചു കൊടുക്കുന്നു. They pluck their heart and give him. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഹൃദയം പറിച്ചു കൊടുത്ത കുറേ പേരുടെ വിശ്വാസവും സ്നേഹവും വിശ്വാസത്തിലുള്ള വളർച്ചയുമാണ് നമ്മളെ സഭയെ വളർത്തിയെടുത്തതെന്നും അതിലുള്ള ഒരു പ്രധാന കണ്ണിയാണ് ബഹുമാനപ്പെട്ട ഗീവർഗീസ് കത്തനാർ എന്നും
അദ്ദേഹം തന്ന ആ വിശാല മനസ്കത, സമുദായത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുവാനുള്ള വിശാല മനസ്കത ഇന്നത്തെ തലമുറയും അഭംഗുരം കാത്തു പരിപാലിക്കണമെന്നുള്ള അങ്ങയുടെ ആഹ്വാനത്തെ ഞങ്ങൾ ശിരസാ വഹിക്കുകയും ഞങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത അതേ ഡെഡിക്കേഷനോടുകൂടി ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളിലായിക്കോട്ടെ, പ്രവർത്തന മണ്ഡലങ്ങളിലായിക്കോട്ടെ നിറവേറ്റുവാനുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കും ഇന്ന് അദ്ദേഹത്തിൻ്റെ ദീപശിഖ ഏന്തിക്കൊണ്ട് ഇവിടെ എത്തിയത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങയുടെ വിലയേറിയ വാക്കുകൾ ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളാമെന്നും അങ്ങയുടെ ആഹ്വാനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള വാഗ്ദാനത്തോടെ അങ്ങേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.